ഓ ആ എന്താ എന്ത് വേണം? വിളിച്ചായിരുന്നു ചത്തോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ചത്തില്ലേ? ജീവനുണ്ട്. എന്ത് പറ്റി തിരിച്ചു വിളിക്കാൻ? എന്ത് പറ്റി തിരിച്ചു വിളിക്കാൻ ഇന്ന്? ആ എന്ത് പറ്റി? എന്ത് പറ്റി തിരിച്ചു വിളിക്കാൻ എന്ത് പറ്റി? ഷാജി ഓ പറയും. ആണോ? എന്താണ് പരിപാടി? ഇത് പരിപാടി ഉം. എന്നാ ഓരോന്നാ. ശരി. നിങ്ങളെന്താ പരിപാടി? എന്താ വഴിയിലിരിക്കുന്നേ? ചുമ്മാ ഇത് ഇരുന്നേ കേക്കയില്ലേ? ഇന്ന് ഞാൻ മുതുക്കിലുണ്ട്. കേക്ക് എവിടോ ആണ്, മണി ടർഫിൽ എവിടോ ആണ്. ആ. ഇങ്ങേരെ പിടിക്കാൻ പോയേക്കുക. ആരെ പിടിക്കാൻ? ഗണ്ണ് പിടിക്കാൻ. അപ്പൊ അങ്ങനെ കേക്കട തെറ്റിദ്ധരിച്ചില്ലേ? സ്വഭാവം ഇപ്പഴത്തെ സ്വഭാവം വെച്ചിട്ട് അത് പറഞ്ഞാലും വിശ്വസിക്കൂ. കണ്ടോ? ഇയാൾക്കും തോന്നിയില്ലേ അത്? യു ഹാവ് ബട്ട് യു വോണ്ട് വർക്ക് ഫോർ അവനും ഇറ്റ്. തോന്നി. എന്തോ നമുക്കും തോന്നി. I would have വേറൊരു this much ചൊല്ലുണ്ട് wisdom. നാട്ടില്. നിങ്ങളുടെ രണ്ടുപേരും കൂടെ ആണെന്നാണ് കേക്ക് ഇങ്ങനെ ആയെന്നത് ചൊല്ലുണ്ട് ഇവിടേക്ക്. നമ്മുടെ കൂടെ ഏതെങ്കിലും നിനക്കൊന്നും ബന്ധുക്കൾ വയ്യേ? കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നമ്മളെങ്ങനെയാണ് ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അല്ലടാ, ഞാനിങ്ങനെ കേക്കട മനസ്സിളക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ആണെന്നാണ് പറയപ്പെടുന്നത്. ആ പേര് ഞാൻ കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയി. നമ്മൾ എത്ര മണിക്കൂർ ഇടുന്ന RP? 5 മണിക്കൂറോ? ഇല്ലേ? 5 മണിക്കൂറായി. അതെ എങ്ങനെ ഇല്ലാതെ പോകുന്നു. ഉണ്ടായിരുന്നല്ലോ. വർഷങ്ങളില്ലാതെ പോകുന്നുണ്ടോ? കള്ള പറയുന്നു. നമ്മളെ ഉണ്ടല്ലോ അപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കത്തില്ലേ? ഞാൻ വന്നപ്പോ ഒറ്റ ഇതാണ് സെക്കൻഡ് കൊണ്ട് പരിഹരിച്ചില്ലേ? ഓ, ജോണി മാമാ. അവിടെ കിടന്ന് ആലപ്പ് നിർത്തിച്ചതാര്? അത് ഡിസിഷൻ ശരിയാ. ഒറ്റ അടി എടുത്തതാര്? അതെ. ഒറ്റ സെക്കൻഡിന്റെ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇന്ന് ഇനി കേവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ജോണി മാമനെ ഞാൻ വിളിക്കും. ജോണി വരത്തില്ല. ഞാൻ come to എടാ, visit. ഇയാൾ വെച്ച് സോൾവ് കഴിഞ്ഞാൽ ആക്കി വിടും. കുറച്ച് മനസ്സിലായി? ഇയാൾ സോൾവ്, എന്റെ അതേ പ്രശ്നമാണ്. ഇയാൾ സോൾവ് ആക്കി വിടും. ഞാൻ സോൾവ് ആക്കി വിടും നീ വിളിച്ചു കഴിഞ്ഞാൽ. അതല്ലേ ജോക്കി നമുക്ക് ഒന്നുകൂടെ നല്ലത്. സോൾവ് ആക്കിയിട്ട് നമുക്ക് തലവേനയില്ലേ? പക്ഷെ പിള്ളേർക്ക് അടിക്കാൻ വേണ്ടി പക്ഷെ വെമ്പുന്ന പിള്ളേർക്കത് പിള്ളേരല്ലയോ? നമുക്കതൊക്കെ പ്രായമായിട്ട് തോന്നിയാന്ന് തോന്നി. ഇത് ഞാൻ സോൾവ് ആക്കിയില്ല. ഞാൻ കുട്ടികളൊക്കെ മാറ്റി കൊടുത്തു. നാളത്തേക്കാക്കിയല്ലേ? അതെ. എടാ, കപ്പിളാർപ്പിന് ഞാൻ ക്ലാസ് ചെയ്യത്തില്ല. എടുക്കുമ്പോൾ കപ്പിളാർപ്പിന് ഞാൻ നമ്മളല്ലേ ചെയ്യത്തില്ല. take എന്റെ ക്യാരക്ടറിന് അഗെയിൻസ്റ്റ് ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം. പിന്നെ ഷാജി എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസായിട്ട് പോകുന്നുണ്ട്. തിരിച്ചു വന്നോ? കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 3-4 ദിവസം ആയതേ ഉള്ളൂ കണ്ടിന്യൂസ്ലി വന്നിട്ട്. അതല്ല, തിരിച്ചു വന്നോ? ആര് ഞാനോ? അല്ല, വന്നിട്ടില്ല. അങ്ങ് വീട്ടിലാ. മല കിടന്ന് അഴിഞ്ഞായിരുന്നു ഇവിടെ കിടന്ന്. അതെന്നാ പറ്റി? അല്ല അത് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നിന്നില്ലേ, അപ്പൊ പിന്നെ അങ്ങോട്ട്. എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം? അടിപൊളി സൂപ്പർ. അടിപൊളിയാണ്. ഉള്ളത് പറഞ്ഞോ, നമ്മളോട് തുറന്നു തുറന്നു പറഞ്ഞോ. അത് ഞാൻ ഓഫ്ലൈനിൽ പറയാം. ഓൺലൈനില് കൊള്ളാന്നും ഓഫ്ലൈനില് ശോകം വന്നു. അങ്ങനല്ല, രണ്ടു അടിപൊളിയാ. മനസ്സിലായി. എല്ലാം പഴയതുപോലെ അഴിഞ്ഞാട്ടവും പിള്ളേരുടെ പുറകെ നടക്കുന്നില്ലല്ലേ? നടക്കത്തില്ല. ഈ രാത്രി നേരത്തെ കിടത്തി ഉറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഉണ്ട്. മറ്റേ മോന്തയും കിട്ടിയ കീറ് വരുമായിരിക്കും. അടിയൊക്കെ കിട്ടാറുണ്ടോ? അടി അങ്ങനൊന്നുമില്ല. ഏറ് തൊഴി ഇല്ല, അങ്ങനത്തെ സ്റ്റാർട്ടായിട്ട്. സ്നേഹസമ്പന്നമായ ഒരു കുടുംബമാണ്. അതെ, പറയാൻ പറ്റത്തില്ല. ആക്ഷൻ കാണിച്ചാലും മതി. പൊസസീവ്നെസ് ഉണ്ടോ? ഉണ്ടല്ലേ? അത് പിന്നെ എന്താ പെൺപിള്ളേർക്ക് പൊതുവേ ഉള്ളതല്ലേ. അതെ. നിങ്ങളുടെ പ്രേമവിവാഹമായിരുന്നു? അതെ, ഒരു 13 വർഷം പ്രേമിച്ചു. 13 വർഷം ജനിച്ചപ്പോഴേ പ്രേമിച്ചു തുടങ്ങി? അല്ല, എനിക്ക് 35 വയസ്സുണ്ടേ. ഓഹോ, എന്റെ അപ്പം 22 വയസ്സിൽ തുടങ്ങി. അതെ, കള്ളൻ തന്നെ. അല്ല, നിങ്ങളെങ്ങനെ പഠിച്ച് പ്രേമിച്ചാണോ? അല്ലല്ല, ഞാൻ പുള്ളി പണ്ട് ബസ് സ്റ്റോപ്പിൽ അല്ലല്ല, ബസ് സ്റ്റോപ്പ് ഒന്നല്ല, ജൂനിയർ ആയിരുന്നു. ഫ്രണ്ടിന്റെ കൂടെ. അല്ലല്ല, ഫ്രണ്ടിന്റെ കൂടെ അവന്റെ റിലേറ്റീവ് പഠിക്കുന്ന സ്കൂളിലോട്ട് പോയത്. ഞാൻ കോളേജ് പുള്ളിക്കാരി +1. 17 അല്ലേ? 17 വയസ്സ്. ഇയാൾക്ക് 22 വയസ്സ്. എന്തിനു നാണോ? കല്യാണം കഴിക്കാനാകുമ്പോ അങ്ങനെയൊക്കെയാ. കല്യാണം കഴിക്കാറായത് 13 വർഷത്തിന് ശേഷം. അതിന് മുമ്പത്തെ കാര്യം സത്യം. അതല്ലേ ഒരു രസം ജോക്കി. രസോ? നമുക്കത്ര രസമൊന്നുമല്ലോ. രസമാണോ? അന്നേ ആ കൊച്ചിന്റെ വീട്ടുകാരുടെ പരാതി കൊടുത്ത് നിങ്ങൾ ആത്ത് പോത്തില്ലായിരുന്നോ? ഓസ്കോ സത്യവാ. ഓ പിന്നെ അറിയാം. അന്ന് നമ്മൾ ചോരത്തറപ്പൊന്നും ശ്രദ്ധിക്കത്തില്ലോ. തെളിച്ച് പറയണേ അതൊക്കെ. അതൊക്കെ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനല്ലെന്ന്. പിന്നെ ഞങ്ങൾ ഇച്ചിരി ഗ്രാമത്തിലുള്ളവരൊക്കെയാണ്. പരിഷ്കാരങ്ങളൊന്നും അവിടെ ഇല്ലേ. നമ്മള് പിന്നെ എന്താണ് സിറ്റിയിലാണോ ജീവിക്കുന്നത്?
ഞാൻ ചോദിച്ചത് പുല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതൊക്കെ ചെറിയൊരു സ്ഥലമാണ് അതൊക്കെ. പോരെന്നേ, ചിന്താഗതി പോരാ കേട്ടോ, ചിന്താഗതി പോരാ ഷാജി, ചിന്താഗതി പോരാ. ഇല്ല, മാമനൊക്കെ കൊച്ചിയിലുള്ളല്ലേ 90 കാലഘട്ടത്തിലൊക്കെ ഞാൻ കൊച്ചിയിലൊക്കെ വന്നിട്ട് 4 കൊല്ലമേ ഞാൻ ഇതുവരെ കാര്യം പറഞ്ഞിട്ടോ, ആടേ ഓ എന്നെ കല്യാണം വിളിച്ചില്ലായിരുന്നു. അതെ, പെട്ടെന്നുള്ള വിവാഹം, അതുകൊണ്ട് എടോ പെട്ടെന്നുള്ള വിവാഹത്തിന് തനിക്ക് ബാക്കിയുള്ളവരൊക്കെ വിളിക്കാൻ സമയമുണ്ടോ? പക്ഷെ നമ്മളെന്ന് വിളിക്കാൻ തോന്നിയില്ല. ആരെ വിളിച്ച്? ആരെയൊക്കെ വിളിച്ചില്ല. വിളിച്ചായിരുന്നു എന്നെ താൻ വിളിച്ചില്ല. നമ്മളങ്ങനെ വലിയ സംസാരിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇവിടെ സംസാരത്തിലാണോ എല്ലാം ഇരിക്കുന്നത്? താൻ എന്തോ ഈ പറയുന്നത്? അതിനെന്താ ഇനി നമ്മള് ഇനി കല്യാണം കഴിക്കുന്നത്? ഇനി ഒന്നുകൂടെ കെട്ടാൻ ഉണ്ട്, ആഗ്രഹമുണ്ട്. ഒന്നുകൂടെ കെട്ടാൻ ആഗ്രഹം ഉണ്ടെന്ന്. മാമ ഗുരുവായൂർ പോയി ഒന്നുകൂടെ താലി കെട്ടാൻ. പെണ്ണ് സെയിം ആണോ? സെയിമാ. മിക്കവാറും ഇന്ന് വീട്ടിലെത്തി തിരിച്ചു. എടോ ഞാനൊരു കാര്യം പറയട്ടോ ആടി, കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 മാസം. 2 മാസം. ഇനി ഗുരുവായൂർ പോയി ഒന്നുകൂടെ കെട്ടണം. ആദ്യത്തെ കല്യാണം ഭയങ്കര തിരക്കായിരുന്നു, എല്ലാരും. ഗുരുവായൂർ തിരക്കില്ലാത്തപ്പോഴാണോ പോകുന്നത്? ഇവിടെ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന പോലെ രജിസ്റ്റർ ഓഫീസിൽ ഗുരുവായൂർ പോയി കെട്ടാം. സത്യം. ഞാനും മാമ കെട്ടിയല്ലോ ഒന്ന്. ശരിയാണല്ലോ, മാമയല്ല കെട്ടിയത്. അല്ലല്ലോ, അപ്പാപ്പനാടോ കിട്ടിയത്? അതെ. ആ കുഞ്ഞിനാണെങ്കിൽ 2-3 വയസ്സുമായി. അതിനാണ് സ്കൂളിൽ വിടാറായി. സിംഗിൾ. ഞാൻ ഈ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കൊണ്ടുവന്ന ചെറുക്കന്മാരെല്ലാം പെണ്ണും കെട്ടി കുഞ്ഞുങ്ങളുമായി. സമയമായി പിന്നെ എടോ ആയി കേട്ടോ. നമ്മുടെ കഴിഞ്ഞ തന്നെ ആലോചിക്കും. മറ്റേ മിക്കതും ഡ്രാഗൺ കിട്ടിയതോ? വേറെ ആരും കിട്ടിയില്ലല്ലോ, ഡ്രാഗൺ അല്ലേ ഉള്ളൂ. ശരിയല്ലേ? നമ്മുടെ ഗ്യാങ്ങിലൊക്കെ നോക്കടോ, ലീഡർ കെട്ടി, കോ ലീഡർ കെട്ടി, ബാബു ബാബു കെട്ടി, എല്ലാവർക്കും പിള്ളേരുമായി. വേറെ ആരും കിട്ടിയിട്ടില്ല. 3 പേരല്ലേ കിട്ടിയുള്ളൂ. 3 പേര് പോരെ? അത് പോരെ? അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോ ജോക്കി. എക്സാമ്പിൾ. പക്ഷെ ഈ കെട്ടിലൊന്നും അല്ലപ്പാ കാര്യം ഇരിക്കുന്നത്, മനസ്സിലായോ? ഇതെന്തൊരു കാര്യം. സമാധാനമാണ് ജീവിതത്തിന്റെ അന്തർധാരയിൽ നെല്ലി ഭണ്ഡാരം പറഞ്ഞിട്ടുള്ളേ. ഇയാളെന്തോ കെട്ടിയിട്ട് സൂട്ട് വിട്ട് വഴിയൊക്കെ ഇരിക്കുമല്ലോ ഇപ്പോഴും. കെട്ടി കഴിഞ്ഞാൽ സമാധാനമൊക്കെ ഉണ്ടാവുന്നേ. നമ്മള് ജീവിക്കുന്ന ശൈലി അറിയാം കേട്ടോ. അത് ഈ കൂട്ടുകാർക്ക് സ്വഭാവം ഉണ്ടല്ലോ, ഒരുത്തം പെട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കൂടെ പെടുത്തുക എന്നുള്ളത്. നമുക്ക് അറിയാവുന്നോണ്ട് പറഞ്ഞു വേണ്ട. ഓ പിന്നെ ഉണ്ടല്ലോ ശരിയാണല്ലോ. അതാണ് വില്ലത്തിക്ക് ഓൺ ദ വേ ആണ്. അടുത്ത മാസത്തേക്ക് അല്ല, അടുത്ത മാസം ഇല്ല, 2 ആഴ്ച. ഇതിന്റെയൊക്കെ അങ്കിൾ എന്നുള്ള സ്ഥാനം നമുക്ക്. യുവന്മാരുടെ എല്ലാം ഈ മാമാവിളി കിട്ടി സത്യം പറഞ്ഞ മടുത്തു തുടങ്ങി. എത്ര മാമാവിളിയാന്ന് ഫോൺ വിളിച്ചു വണ്ടി മേമേ. ആടേ നീക്കൊരു കുഞ്ഞിക്കാലൊക്കെ വേണ്ടേ? സമയമുണ്ടല്ലോ. ഇനി അറിയാൻ സമയമൊന്നുമില്ല. 35 വയസ്സായില്ലേ? 35 വയസ്സ്. ഇനി എന്ത് സമയം? ജീവിതം ആസ്വദിക്കണ്ടേ? 2-2.5 വർഷം. 40 സമയമുണ്ടല്ലോ. ഇനി അറിയാൻ സമയമൊന്നുമില്ല. 35 വയസ്സായില്ലേ? 35 വയസ്സ്. ഇനി എന്ത് സമയം? ജീവിതം ആസ്വദിക്കണ്ടേ? 2-2.5 വർഷം. ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ടെൻഷൻ വരുന്നൊരു കാര്യം പറയട്ടെ. കൊച്ചുണ്ടാവത്തില്ലെന്നോ? അല്ല, അയ്യോ അങ്ങനൊന്നും പറയത്തില്ല. തനിക്ക് 37 വയസ്സിൽ കുഞ്ഞുണ്ടായെന്ന് വെച്ചോ. അതറിയാം. 50 വയസ്സാകുമ്പോ കൊച്ചിന് 13 വയസ്സ്, 60 വയസ്സാകുമ്പോ കൊച്ചിന് 23 വയസ്സ്, 70 ആകുമ്പോ കൊച്ചിന് 33 വയസ്സ്. താൻ 60 വയസ്സ് വരെ ജീവിക്കൂ? ഇല്ല. അപ്പൊ ഏടോ കൊച്ചിന് 13 വയസ്സുള്ളപ്പം ഇതൊക്കെ ഭയങ്കര ടെൻഷൻ കേട്ടോ എനിക്ക്. കണക്കറിയാവുന്നോണ്ടാ ഞാൻ പിന്നെ വേണ്ട. ഞാൻ അറിയാവുന്നോണ്ടല്ലേ പെണ്ണ് ഇപ്പൊ കെട്ടാത്തെ. കൂടെ പോകുമ്പോ പുറത്തോട്ട് പോകുമ്പോ വല്യപ്പനാണോ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ തീർന്നില്ലേ? അല്ല, പിന്നെ ഒന്നാമത് ഇന്ത്യയുടെ ജനസംഖ്യ കൂടുതലല്ലേ, അപ്പൊ നമ്മളങ്ങ് വേണ്ടാന്ന് വെക്കണം. നിങ്ങൾ വെച്ചോ? വേണ്ട. അങ്ങനെ പ്ലാൻ ഇല്ല. വേണം, മനസ്സിലായില്ലേ? എന്താണ് ഇതൊക്കെ? ഞാൻ ഒരു ഓസ് ചോദിക്കട്ടെ. ആ സെന്തിലിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നു? എന്തുപറ്റി? ഞാൻ എന്താണ് കുറെ നേരമായിട്ട് ആടിന്റെ കല്യാണം ഒരിക്കലും മറക്കില്ല. എന്താണ് പ്രശ്നം? പുള്ളിയുടെ ഒന്നുമില്ല, അത് അടിച്ചു പൊളിച്ചു ഇവിടെ വന്നിട്ട് സെറ്റായിരുന്നു.
അങ്ങേർക്ക് 40 ഇപ്പോഴും കിട്ടിയിട്ടില്ല. 40 ഓൾറെഡി എന്തോ കല്യാണമൊക്കെ ഇതാകുന്നുണ്ട്. എന്നാ പറഞ്ഞ എനിക്കറിയില്ല. എടോ ഞാനൊരു കാര്യം പറയുവാണെങ്കിലുണ്ടല്ലോ, ഞാനിങ്ങനെ താനൊരു ചുംബന. ഞാനോ? പിന്നെ പിന്നെ നമ്മൾ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? മുഖത്തൊക്കെ ചോദിക്കാൻ ഇവിടെ വള്ളിയെ തൂങ്ങി മൗഗ്ലിയെ പോലെ പറഞ്ഞു സത്യം, തനിക്ക് ഈ മോളിൽ പോയിട്ട് ആകാശത്ത് താഴോട്ട് നോക്കി നിൽക്കാതെ തനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? ഈ ഇവിടെ വന്ന് നമ്മളോട് പറയുമല്ലോ തനിക്കൊരു വാറടിക്കാനുള്ള കഴിവുണ്ടോ? കുടുംബശ്രീ നമ്മളെന്തിനാ വഴക്ക്? നമ്മൾ സമാധാനപ്രിയരാണ്. രണ്ടുപേര് തമ്മിലടിക്കാൻ മേളിൽ നിന്ന് കൈ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോ, ഈ മേയറിന്റെ ഇലക്ഷൻ എന്തെങ്കിലും ഒരു പരിപാടി അത് കൊണ്ടുവരൂ. അയ്യോ ജോക്കി മേയറല്ല, മാറ്റിയായിരുന്നല്ലേ? അല്ല ഞാൻ എന്നൊരു കാര്യം പറഞ്ഞില്ല, നമ്മള് റിയൽ സംഭവം മനസ്സിലായി. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രിക്ക് അങ്ങ് നോക്കാം. മുഖ്യമന്ത്രിയും കൂടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മന്ത്രിമാരും മന്ത്രി വേണ്ട കേട്ടോ. ഞാൻ എന്റെ ഒരു മന്ത്രി വേണം. ഞാൻ ഒരു കാര്യം പറയാം. അല്ലല്ല, അത് ഒരു രസമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റേറ്റ് അല്ല, ഇതൊരു സിറ്റിയാണ്. സിറ്റിക്ക് വേണ്ടത് മേയറാണ്. സത്യം, എന്റെ അഭിപ്രായത്തിൽ അതാണ് നല്ലത്. മേയറാണ് നല്ലത്. മേയറും ഡെപ്യൂട്ടി മേയറും വെച്ചു ഒരുപാട് ആൾക്കാരായാലും പ്രശ്നമാണ്. പിന്നെ ഉള്ളത് ഓഫീസ് സ്റ്റാഫുകളെ പരീക്ഷിക്കാന്നുള്ളൊരു തോന്നലാണ് എന്റെ. അത് പിന്നെ ഫ്ലോപ്പ് ആയിപ്പോ. അത് വേണ്ട. എന്തിനാണ് വെറുതെ ഇത് എന്നോട് ചോദിച്ചാൽ പോരെ? എന്തോ ഒരു ഐഡിയാസ് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പണ്ട് സിറ്റിയിൽ ഒരു പ്രസിഡന്റിനെ വരെ ഇറക്കിയാണ് ആദ്യമായിട്ട്. അല്ല ഇവിടെ മേയറുണ്ട്, മേയർ വരുമ്പോ പ്രസിഡന്റും വരും. മേയറിന്റെ മേളിൽ പ്രസിഡന്റോ? മേയറിന്റെ മുകളിൽ പ്രസിഡന്റോ? മേയറിന്റെ മുകളിൽ എന്തിനാ പ്രസിഡന്റ്? ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരാളുണ്ടായിരിക്കും തലപ്പത്ത്, ഹെഡ് ഓഫ് ഗവർണർ. കോട്ടിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. നോയോ? പിന്നെ ഇയാളാണോ? ഒരു ത്യാഗമില്ലാത്ത ഞാനല്ലാതെ പിന്നെ ആരും മാമയോ? മുതലുണ്ട് കേട്ടോ. ഒരു ആടിനെ പോലുള്ളൊരു മനുഷ്യൻ, സ്നേഹം മാത്രം, ഒരു അക്രമകാര സ്വഭാവവും ഇല്ല. ആടിനെ പോലെ കുണുങ്ങി കുണുങ്ങി നിൽക്കും. അതെന്താ ഉദ്ദേശിച്ച് കുണുങ്ങി കുണുങ്ങി? ഇന്നേ ഒരുത്തൻ ഫാഷൻ ഷോയ്ക്ക് വന്നു കേട്ടോ. അവന്റെ പേര് കുടുക്ക രതീഷോ. എന്റെ ദൈവമേ, അവൻ അവസാനം പിന്നെ കുടുക്ക രതീഷ്. അപ്പൊ അവന്റെ പേര് മാറ്റിട്ട് ജോണി മാറ്റിട്ട് വല്ല പിടുക്ക വത്സന്നോ വത്സൻ ഇട്ടൂടെ അപ്പൊ നിങ്ങക്ക്? വത്സൻ ജോണി. ഓ പൊളിക്കും. ഞാൻ 2 പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറത്തില്ല കേട്ടോ. വത്സൻ ജോണിയോ എന്തൊക്കെയാണ് എന്റെ പൊന്നാടെ പറയുന്നത്. അപ്പൊ ആടിന്റെ പേരിട്ടെ വത്സൻ ജോണി കിട്ടിയ സമയത്ത് നമ്മളൊരു പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പതിയും കേട്ടോ. പതിയും അങ്ങ് വേണ്ട. ശരിയല്ല. നമ്മുടെ പണ്ടൊരു കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റിയൽ ലൈഫിലൊരു കൂട്ടുകാരൻ. പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ കളിയാക്കി ഭയങ്കരമായിട്ട് കളിയാക്കലിങ്ങനെ കിട്ടുകൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ അവസാനം ഇങ്ങനെ ഒന്നും നോക്കാതെ പുള്ളിക്കാരൻ ആ മറ്റേനെ വിളിച്ച് കൊറമുഖൻ. പിന്നെ ആ പേരിട്ട് കിട്ടിയവൻ ആജീവനാന്തം കൊറമുഖനായിരുന്നു. അതാണ് ഇപ്പോഴും നമ്മൾ കൊറമുഖാന്ന് വിളിക്കുന്നത്. പണ്ടൊക്കെ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പേരൊക്കെ ഇട്ട് കൊടുത്തു. എന്റെ വേറൊരു കൂട്ടുകാരന്റെ പേര്, അവന്റെ പേര് ഹണിമൂൺ വത്സല. പേര് കിട്ടാൻ അത് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ അതൊന്നും ഇല്ല. പുള്ളിക്കാരൻ ചുമ്മാ ഇങ്ങനെ മറ്റേ അവനാണെങ്കിൽ ഇട്ടം കിട്ടിയതാ. അതിനിടയ്ക്ക് ട്രാവൽസ് നടത്തുന്നുണ്ടായിരുന്നേ. ഞാൻ ഈ പാക്കേജ് എടുത്ത് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇങ്ങനെ പാക്കേജ് കൊടുത്ത് അവനാണെങ്കിൽ കപ്പിൾസിനെയാണ് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ അവസാനം നമ്മളെല്ലാം കൊണ്ട് ഹണിമൂൺ വത്സലിനൊക്കെ ഇട്ട് കൊടുത്തു. ഹണിമൂൺ വത്സന എന്തുവാണ്. ഷാജി, നിങ്ങൾ ഹണിമൂണൊക്കെ പോയായിരുന്നു? നിങ്ങൾ ഇവിടെ ഹണിമൂൺ പോയത്? ഇല്ല, ഞങ്ങൾ കെട്ടിയപ്പോ ചൂടായതുകൊണ്ട് ജസ്റ്റ് മൂന്നാർ വരെ പോയുള്ളൂ. ഇനിയിപ്പം തണുപ്പ് സമയത്ത് കെട്ടിയപ്പോ ചൂടായതുകൊണ്ട് മൂന്നാർ.
അല്ല ചൂടായിരുന്നു. സീസണിലായിട്ട് ഹണിമൂൺ പോയിക്കൊണ്ടിരിക്കുന്നു. തണുപ്പായിരുന്നെങ്കിൽ തണുപ്പ് സമയത്തല്ലേ ജോക്കി പോണ്ടേ? തണുപ്പ് സമയത്ത് രാജസ്ഥാനിൽ പോകും. രാജസ്ഥാനിൽ പോകും. പോകുന്നുണ്ട്, നമ്മള് പുതിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിൽ ചൂടും മണലും അല്ലയോടോ. രാജസ്ഥാനിലല്ല, പുതിയ ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അതെങ്ങോട്ട്? വയനാട് ഒന്നും പോണം, പിന്നെ ഒന്ന് പുറത്താ. കുറച്ച് പുറത്തേക്ക് പിടി, എക്സ്റ്റെൻഡ് കുറച്ച് ചെയ്യാം. അരുണാചൽ വയനാട് ഒന്ന് പോണം. അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് അരുണാചൽ എന്തിരിക്കുന്നു? ഹിമാചൽ ഉണ്ട്. അരുണാചൽ എന്തിരിക്കുന്നു? ഹിമാലയൻ ഹിമാചൽ ഇറ്റാനഗർ. അല്ല, ഹിമാലയത്തിൽ പോകാൻ പറഞ്ഞു മാമൻ. ഹിമാലയത്തിലല്ലെന്നോ, ഹിമാചൽ പോകാൻ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആസാമിൽ പോ. ഇല്ല മാമ, ഇന്ത്യയിൽ വേറെ എങ്ങും എനിക്ക് സേഫ് ആയിട്ട് തോന്നുന്നില്ല. ഞാനൊരു കാര്യം താൻ അരാഷ്ട്ര വിഭാഗത്തിലുള്ള സംസാരമല്ലോ താൻ സംസാരിച്ചേ. പക്ഷെ അങ്ങനല്ല ജോക്കി, എനിക്ക് ഭാഷയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടേ. ഞാൻ 3-4 വർഷം ഒറ്റയ്ക്ക് ലക്നൌവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദി എനിക്കറിയാവൂ ഇല്ല, എന്നിട്ട് ഞാൻ അവിടെ സർവൈവ് ചെയ്തില്ലേ. ഹിന്ദി എനിക്ക് അറിയാം മാമ, എന്നാലും ഒരു ഇത്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടോ, തനിക്ക് വല്ല ബോധ്യം പോകും. ഷിംല പോണമെന്നുണ്ട്. ഷിംല അത് ജോക്കി അങ്ങനെ ഏത് ശിബിലം? ശിബിലമല്ല, ഷിംല. ഓ ഞാനിപ്പോ ദൈവം ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലെങ്കിൽ കുണമണാലി. എടോ കുണമണാലി ശിബിലയൊന്നും അല്ല, ഷിംല. തന്നെ ഞാൻ പറഞ്ഞു. ഷിംലയിലൊക്കെ പോയി കഴിഞ്ഞാൽ താനുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല വേണ്ട, ഇതൊക്കെ പറഞ്ഞു സൈഡ് എടുക്കും. വേണ്ട, ജോക്കി പോണ്ടേ. അതെ അതെ അപ്പാ പറയണോന്നുണ്ട്, പക്ഷെ പറയാം. എന്തോ കുർക്കുറെ. അതന്നെ കുറെ കഴിക്കുന്ന സാധനം. ആലോചിച്ച് നോക്കുമ്പോ കിട്ടും. നല്ല പ്രായം ഉണ്ടല്ലോ, ആലോചിച്ച് നോക്കും. എടോ കുർക്കുറെടോ, മനസ്സിലായില്ല. താൻ ഇങ്ങനെ ഒരു നിഷ്കളങ്ക മനോഭാവനാവല്ലേ. മറ്റേ ഫോട്ടോ വന്നിട്ടുണ്ട് കേട്ടോ, വന്നോട്ടെ. ഇന്നത്തേതുമായിട്ടുണ്ട് രണ്ടും ഫോട്ടോ. എടാ ഇയാൾക്ക് ഇപ്പഴും മനസ്സിലായില്ല കേട്ടോ. ഇല്ല, പ്രായം ഉണ്ടെന്നേ ഉള്ളു കേട്ടോ. പിഞ്ച് മനസ്സാണ്, പിള്ള മനസ്സാണ്. നല്ല മനസ്സിനോടോ? നല്ല മനസ്സല്ല, പിള്ള മനസ്സ്. രണ്ടും രണ്ടാണ്. എടോ തണുപ്പത്ത് കുർക്കുറെടോ. തണുപ്പത്ത് കുർക്കുറയാ? ഇവിടത്തെ എക്സാമ്പിൾ പറയാനും പറ്റത്തില്ലല്ലോ. പറഞ്ഞാലും എടോ ചൂടത്ത് കൊത്തും, തണുപ്പത്ത് ചുരുങ്ങും. ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ സീസൺ അതാണ്. എടോ ചൂടത്ത് കൊത്തും, തണുപ്പത്ത് ചുരുങ്ങും. ഇതിക്കുള്ളൊന്നും പറയല്ലേ. ഇലപ്പൊഴിയും ശിശിരം വരവായി. എന്തോടാ പാമ്പിന്റെ കാര്യമല്ലൂടെ ഈ പറയുന്നത്? നമ്മളെ ചൂടത്ത് കൊത്തും, തണുപ്പത്തങ്ങ് ചുരുങ്ങുമല്ലോ. പിന്നെ ഇയാൾക്ക് അറിഞ്ഞൂടോ തണുപ്പത്ത് ഏതിലും പാമ്പ് വെളിയിറങ്ങി കൊന്നിട്ടുള്ള ചരിത്രം കേട്ടോ? ഇപ്പൊ ചൂടായത് കൊണ്ടല്ലേടോ പാമ്പ് കേരളത്തിൽ തണുപ്പത്ത് ചുരുങ്ങി ഇരിക്കത്തില്ല എവിടെയും. സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല. ബയോളജി, സയൻസ്, സുവോളജി ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. നേരെ വന്നിട്ട് നമ്മള് നിങ്ങൾക്ക് പറയാം, നമ്മൾ ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തണുപ്പത്ത് കുർക്കുറ എന്തോന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ മനസ്സിലായില്ല. ഇങ്ങനെ വ്യാളിയാന്ന് ആലോചിക്കും ഞാൻ. എടോ ഈ തണുപ്പത്ത് കുർക്കുറ എന്തോന്ന് മനസ്സിലായില്ല. ഇപ്പഴും മനസ്സിലായിട്ടില്ല ഷാജി? ഷാജി പ്ലീസ് റെസ്പോണ്ട്. മനസ്സിലായില്ല ഇതുവരെ മനസ്സിലായില്ല എനിക്ക്. അത് വിഷയമായിരുന്നല്ലോ ഡയലോഗ്. ചൂടത്ത് കൊത്തും, തണുപ്പത്ത് ചുരുങ്ങും. ഞാനൊരു സംഭവം ചില സമയം അറിയില്ല. എടാ തനിക്ക് ഇപ്പോഴും തണുപ്പത്തെ കുർക്കുറ എന്താന്ന് പറഞ്ഞത് തനിക്ക് മനസ്സിലായിട്ടില്ല. ഇല്ല എടാ എന്ത് വാടോ താൻ? ഞാൻ നിഷ്കളങ്ക മനസ്സിലായി ജോക്കി. എന്ത് ചെയ്യാൻ? മനസ്സിലായോ?
ഇതെല്ലാം കൊച്ചു പിള്ളേർക്ക് അറിയോ? ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് അറിയാവുന്ന കൊച്ചു കാര്യമില്ല പിള്ളേർക്ക് ഇത്. ഉണ്ട്. കുറെ എന്താന്ന് അറിയത്തില്ല. കുർക്കുറെ കൊച്ചു അറിയത്തില്ല. പിള്ളേർക്ക് വരെ അറിയാം. കുർക്കുറെ അറിയത്തില്ല. അത് കാണാൻ പറ്റുന്നുണ്ടോ? കുർക്കുറയാ? അതല്ല പിന്നെ മിസ്റ്റർ ഷാജി അത് കണ്ടായിരുന്നോ? എന്ത്? ഷെയ്ക്കേ കാർലോ പ്ലീസ് കോൾ മീ അറ്റ് 786 എന്നിട്ട് കാർലോ പറഞ്ഞു ഇവന്റ് അത് കഴിഞ്ഞ് വിളിച്ചാൽ ഇവിടെ കുർക്കുറെ പറ്റത്തില്ലേ ഇവിടെ? എന്റെ പെണ്ണ് ചോക്കി എന്താന്ന് പറയാ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് പറയാം, ഞാൻ എന്തോ ചോദിക്കുന്നില്ലാന്ന് പ്രശ്നമോ? ഇവിടെ കുർക്കുറെ എന്താന്ന് ഊര് അറിയാതാണ് ഇയാൾ ഇത്രയും കുർക്കുറെ 35 തിന്നുന്ന കൊല്ലം സാധനമല്ലേ? 35 കൊല്ലം ഈ ഭൂമിയിൽ കുർക്കുറെ എന്താന്ന് അറിയാതെ ഒന്ന് ആലോചിച്ച് നോക്ക്, അതൊന്ന് മനസ്സിലേക്ക് ഒന്ന് എടുക്ക്. കുർക്കുറെ ആ തണുപ്പത്ത് കുർക്കുറെ. തണുപ്പത്ത് കുർക്കുറെ. അപ്പൊ ചൂടത്താ നമ്മളെ കുറുക്ക് എന്ത് ഈ പറയുന്നത്? ചൂടത്ത് പറയണോന്നുണ്ട്, പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങ് വേണ്ട. അല്ല പറയണ്ട പുള്ളി ഡേർട്ടി മൈൻഡഡ് ആണ്. പിന്നെ ഡേർട്ടി മൈൻഡഡ് ആയിട്ട് നമ്മളെ മുദ്ര കുത്തും. അതോ നിങ്ങൾക്ക് പറയാം, നമ്മൾ ചിന്തിക്കുന്നില്ലെന്നൊരു പ്രശ്നം. അപ്പൊ ഇയാൾക്ക് ഇത് ഇത്രയും നാളായിട്ട് മനസ്സിലാവാത്ത പ്രശ്നവും അറിയാതെ എനിക്കറിയാവുന്ന കുറുക്കുറെ കഴിക്കുന്ന സാധനമാണ്. ഇയാള് കഴിച്ചോളൂ കുർക്കുറയൊക്കെ. അതേ നടക്കത്ത. മക്കളെ ഒരു മിനിറ്റ് ഇടാ. എടോ ഞാനൊരു കാര്യം പറയട്ടെ. പ്ലാൻ എന്താണ് മാമ? ഞാനൊരു കാര്യം പറയട്ടെ എടോ. ഓ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. പറ. എടോ തണുപ്പത്ത് കുർക്കുറെ. എടോ തണുപ്പത്ത് കുർക്കുറെ തണുപ്പത്ത് ചുരുങ്ങും. ആരെ മക്കളെ ഓപ്പോസിറ്റ് ചൂടത്ത് കൊത്തും തണുപ്പത്ത് ചുരുങ്ങും. ഇയാള് 13 വർഷം പ്രേമിച്ചില്ലേ കിട്ടിയത്? എന്റെ മൈൻഡിൽ പലതും വരുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ ശരിയാവൂല. അത്രയ്ക്ക് മോശമാണോ ഇയാൾ ചിന്താഗതി? ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പത്താണെങ്കിൽ കുർക്കുറയും മിച്ചറും നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ചായയുടെ കൂടെ മറ്റേ അടിച്ചു കുടിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് പറയുന്നതിന് പ്രശ്നമില്ല, ഞാൻ നമുക്കിപ്പോ പറയാൻ പറ്റുന്ന എന്തോ 5 രൂപയുടെ ചെറിയ കുർക്കുറെ അല്ലെങ്കിൽ 20 രൂപയുടെ വലിയ കുർക്കുറെ. കൊറേ തിന്നാലോടോ ചായ കൂടെ. ഈ 20 രൂപയുടെ കുർക്കുറെ എവിടെ ഇറങ്ങി? നിങ്ങൾ ശരിയല്ല കേട്ടോ, നിങ്ങൾ ഭയങ്കര ഡേറ്റി മൈൻഡഡ്. നമ്മളല്ല ഡേർട്ടി മൈൻഡഡ്, ഇയാള്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇയാള് ഭയങ്കര ഡേർട്ടി മൈൻഡഡ് കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് പറയാം, ഞാൻ ചിന്തിക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞോ, തണുപ്പത്ത് കൊത്തും ചൂടത്ത് ചുരുക്കും എന്ന് പറഞ്ഞ ഇയാൾ എന്തിനാ ഡേർട്ടി ആയിട്ട് ചിന്തിക്കുന്നേ? പാമ്പിന്റെ കാര്യമല്ലേ നമ്മൾ പറയുന്നേ? അതെ അതെ അതെ, പിന്നെ അല്ല പാമ്പിന്റെ കാര്യം. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഫോർ എക്സാമ്പിൾ പറയാം. ഇയാളുടെ കയ്യിലെ സ്കിന്ന് അതും ഇതുപോലെ തന്നെയാണ്, തണുപ്പത്തും ചൂടത്തും ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ കഥക്, വീട്ടിലെ കഥക് തണുപ്പത്തും ചൂടത്തും മാറത്തില്ലേ? അത് മാമ ജെരിങ്ങുമല്ലേ ചെയ്യുന്നത്? കഥക് ജെരിങ്ങുമല്ലല്ലോ. എക്സാമ്പിൾ അല്ലയോടോ പറയുന്നേ. അതേ അവിടെ വലിയ വാറേതായിട്ടൊക്കെ നടക്കുക. ആ ഒരു ലെവലിലോട്ട് ഞാൻ എത്തിയില്ല മാമ. എത്തുമ്പോ എനിക്ക് മനസ്സിലാവും. എടോ തന്റെ ചെവിയിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മറ്റേ കാക്കയുടെ പൂട എടുത്തിട്ട് ചെവിയിലൊക്കെ ഇക്കിളായി കഴിഞ്ഞാൽ തന്റെ എന്തിനു പൊങ്ങുമോ? രോമം. ആ രോമത്തിന്റെ കാര്യമല്ലേ നമ്മളും പറയുന്നത്. അതിന് ഇയാള് ഫ്രണ്ടിൽ കിടന്ന് മറ്റേ ഇതെടുക്കുന്നതിന് രോമം പൊക്കത്തില്ലേ? ബേസിക് വികാരങ്ങളും വിചാരങ്ങളിലൊക്കെ പെടുന്ന സാധനങ്ങളാണ്. ഓ പണ്ടാരം പിടിക്കാനായിട്ട് ഇവിടെ ഞാൻ നോക്കി എവിടെയെങ്കിലും ഇപ്പൊ നിർത്തി കഴിഞ്ഞാൽ ഇത് കയറി കിടക്കും. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇയാൾ ഈ എല്ലാത്തിനും ഡേർട്ടി മൈൻഡായിട്ട് ചിന്തിക്കല്ലേ. ഭയങ്കര മോശമാണ് കേട്ടോ, ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ആ കുട്ടി ഇതേ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? കൊണ്ടാ വന്നാണോ അവന്മാര്? ഇതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ, മനസ്സൊന്ന് ശുദ്ധമാക്കണം. ഇതൊക്കെ ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാക്കണം കേട്ടോ. മറ്റേ കുർക്കറുടെ ചായ ഷാജി ഒരു മിനിറ്റ് കോളിലോ
വിളിച്ചു വിളിച്ച് വിളിക്കാൻ വിളിക്കാൻ പോയി. വന്നു. എന്റെ വിളിച്ച് ദൈവമേ, വിളിക്കാം. എനിക്ക് മേലെ. കൂട്ടുകാരനെ വിളിച്ചു ചോദിക്കും കുർക്കുറെ എടാ, തണുപ്പത്ത് കുർക്കുറെ എന്തുവാടാ, പിന്നെ രാത്രി കുറച്ച് കഴിഞ്ഞിട്ട് എടാ ചൂടത്ത് കൊത്തും തണുപ്പത്ത് ചുരുങ്ങും, അതെന്തുവാടാ മോനെ ഐറ്റം. മീഡിയം കാലാവസ്ഥ ചിലപ്പോ ചീറ്റോ മറ്റേ വിഷം വിഷം ആ. വിഷം വിഷം എന്നിട്ട് വെച്ചിട്ട് പോടാ. എന്തുവാ പോപ്പ ഇതൊക്കെ? അറിയത്തില്ല, കുറച്ച് വണ്ടികൾ ഇങ്ങനെ കുറെ നേരമായിട്ട് ഇങ്ങനെ തല കൊണ്ടിക്കൊണ്ട് പോകും. ദേ അടുത്ത് വരുന്നു ബൈക്ക്. അതാ ലോറയും കണ്ണാപ്പി. ഓറയും കണ്ടാപ്പി. കപ്പിൾസ് പോകുന്നുണ്ട് ഇവിടെ, കുറെ കപ്പിൾസ് ചീറ്റും. ചില്ലാട്ടോ ശരി, ഒരു മിനിറ്റ് വരും. ചോദിച്ച സംശയം ചോദിച്ച പുള്ളി പിടിച്ച് Okay, തെളിവ് പറഞ്ഞു കാണാം അല്ലേ? ഹണി ബീ എന്ന് പറഞ്ഞ ഏ കപ്പിൾസ് അണ്ണുവേ ആ അണ്ണു ഉറങ്ങുവാണോ? എന്താണ് ഞാൻ പരിപാടി? ഉറങ്ങുവാ. കുഴപ്പമില്ല. അണ്ണുവേ തങ്കനാണോ? തങ്കൻ തങ്കനല്ല, നീ ഊമ്പന. എവിടെയാമോ? ഇത് തങ്കനാ. വയ്യേ കുഞ്ഞി നിനക്ക്. നമ്മുടെ നമ്മുടെ കാറിന് കൊടുത്ത ഒരു കൊടുപ്പുണ്ടായിരുന്ന. അത് കണ്ട് കണ്ട് കണ്ട്. ഇവൻ നിന്നെ പിന്നെ വിളിക്കാടാ. ഓ ഇവൻ പിന്നെ വേണ മൂച്ചിട്ട് പോടാന്നുള്ള രീതിയില പറഞ്ഞത്. അണ്ണു വിഷയം കേട്ടോ അണ്ണു. അല്ല ഞാൻ അല്ല പാടിയത്, പുള്ളി നിന്റെ അച്ഛൻ എഴുതിക്കൊണ്ടായിരുന്നു സൈഡിൽ. അണ്ണു അടുത്ത സ്റ്റാർ സിംഗർ ചെയ്ത് ട്രൈ ചെയ്യണേ. സ്റ്റാർ സിംഗർ നിന്റെ അച്ഛൻ ജഡ്ജാണെങ്കിൽ ട്രൈ ചെയ്യാം. അണ്ണു സത്യത്തിന് കാര്യമായിട്ട് പറഞ്ഞ നല്ല രസമുണ്ടായിരുന്നു കേക്കാൻ. എന്റെ പൊന്നിൽ ഓറായി കഴിവറവനെ പിടിച്ചോണ്ട് പോവാൻ നോക്ക്. അല്ല രണ്ടുകൂടെ എവിടെ പോയി ബാങ്ക് തൂക്കിക്കൊണ്ട്? പള്ളി പിടിക്കേ. അവള് കുഞ്ഞല്ലേ ജോഡിയാകുമ്പോ സ്കൂളിൽ പഠിക്കാൻ പോവാ. സ്കൂളില് പോട്ടെ അണ്ണുവേ. അണ്ണുവേ എടാ ഒന്ന് പോയി താടാ ഒന്ന്. ഇത് തങ്കനാണോ? എന്റെ പൊന്നാ പാപ്പ, സത്യം പറഞ്ഞ വേണ്ടല്ലോ, വിശന്ന് കണ്ണ് കാണാൻ വയ്യ. ഹലോ കുട്ടി. ഹായ്. പേരെന്താ? ഇവാസ് കാറാണോ? ഓർമ്മയില്ല. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. നമ്മുടെ മറ്റേ എന്നിട്ടുമെന്തിനോ പഴയ പേര് പറഞ്ഞു. കൊതിക്കുന്ന കുറെ ആയാലോ സിറ്റി കണ്ടിട്ട്, ഇവിടൊന്നും ഇല്ലല്ലോ. പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം, ആഹാ. പുലർമഞ്ഞു പോകുന്നു ജീവിതമൊക്കെ. സ്നേഹതീരം. ഇതൊക്കെ ഇത് ഇവാസ് കാർ. ആ ഇവാസ്കാർ, വാട്സ്ആപ്പ് ഇവാസ്കാർ, എന്തുണ്ട് വിശേഷം ഇവാസ്കാർ? ഇങ്ങനെ പിന്നെ എങ്ങനെ പോണെന്നാണ് ഇവാസ്കാറിന്റെ ഒരു 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 ഇത്? ഹലോ മിസ്റ്റർ വാഗ്. I'm good. What about you, man? റോഡിന് നടുക്ക് കലികൊള്ളോണ്ട് കുത്തിയിരിക്കുന്നു. വാവ് യേ. വാഗ്. ഇയാളെന്തോ നീ ഗോക്ക് 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? അയ്യോ അതല്ല വാഗ്, അവന്റെ പേരാണ് ചോക്കി. അവന്റെ ഗേൾ ഫ്രണ്ട് എന്നെ കാണണമെന്ന് ഭയങ്കര നിർബന്ധം വന്നു. ഒരു മിനിറ്റ്. അങ്ങനെ പാട്ടാക്കല്ലേ? എന്താണ് വാഗ്? എന്താണ് ഗേൾ ഫ്രണ്ട്? ഇയാള് വല്ല വേറെ വല്ല പേരും വിളിക്കോ? ചോക്കി അവന്റെ പേരേതാണ് വാഗ്. അതാരാണ് അപ്പുറത്തെ? അത് എന്റെ ഒരു ഫ്രണ്ട് ആണ്, TV ജോക്കർ. പിന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഷാജി. ഹായ് വാഗ് വാഗ് ബ്രോ. എന്റെ പേര് GTX എന്നാണ്. ഈ സർനെയിം ആണ് VAG വാഗ് എന്ന്. അതാണ് ഈ ജോണി ബ്രോ. കുട്ടി ഒന്ന് വരുമോ? എന്റെ കൂടെ ഒന്ന് വരുമോ? ഹലോ. അതെ അപ്പം ഇയാൾക്ക് നാണോ ഇല്ലയോടോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് രാത്രി കുട്ടി എന്റെ കൂടെ വരുമോ? അത് പോട്ടെ, അതല്ല. ഹിയറിംഗ് അബൌട്ട് യു. എന്നെ പറ്റിയല്ല, വേറെ എന്തുകൊണ്ട്